ഹലോ. അപ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് രാവിലെ വന്നിട്ട് ഫസ്റ്റ് തന്നെ കട്ടന് വെച്ചിരുന്നു. രാവിലെ വന്നപ്പോൾ തന്നെ ഒരു മൂഡ് ഓഫ് ആയിരുന്നേ. അപ്പം ഞാൻ ആദ്യം കാണിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ രാത്രിയിൽ ഒരു വെറൈറ്റി ആയിട്ട് കുറച്ച് അയിലക്കുഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നും തേങ്ങാക്കറി അതല്ലെങ്കിൽ മുളക് കറിയല്ലേ. അപ്പം ഞാൻ ഇത്തിരി വറുത്തിട്ട് ഒരു പിഴുപുളിയൊക്കെ ഇട്ട് കുറച്ച് പറ്റിച്ച് വെച്ചതാണേ അത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി ആയിട്ട് ഒരു ദിവസമെങ്കിലും അങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ. അങ്ങനെ തന്നെ പിന്നെ നമ്മൾ ഇന്നലെ കൊത്തിപ്പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓമയ്ക്കാണ്. നമ്മുടെ ഈ നാട്ടിൽ ഓമയ്ക്ക എന്നാണ് പറയുന്നത്, പപ്പായ. അപ്പോൾ അതൊന്ന് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കടുക് വറുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ കട്ടൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചായക്ക് ഭയങ്കര അഡിക്റ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയുടെ അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പാലങ്ങനെ മേടിക്കാറില്ല. കുഞ്ഞിന് അതേപോലെ തന്നെ കഫക്കെട്ടാണ്, അപ്പോൾ അവൾക്കും കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനഃപൂർവ്വം തന്നെ പാലങ്ങ് ഒഴിവാക്കിയതാണ്. അപ്പോൾ പാലിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്കായാലും ചായ ഇട്ട് കുടിക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഇന്നത്തേക്കുള്ള കുറച്ച് ലഞ്ച് ബോക്സിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കിയപ്പോഴത്തേക്കാണ് ആൾ പറഞ്ഞത് ഇന്നില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ വളരെ സ്ലോയിലാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. പുട്ടായിരുന്നു പ്ലാൻ ചെയ്തതെന്നല്ല, പുട്ടായിരുന്നു നമ്മൾ ഇന്ന് രാവിലെ. കാര്യം എന്താണെന്ന് വെച്ചാൽ സാധനങ്ങളെല്ലാം തീർത്തിരിപ്പായിരുന്നു. ഇനി എല്ലാ സാധനങ്ങളും പോയി മേടിക്കണം. അപ്പോൾ ഉള്ള സാധനത്തിന് ഞാൻ വിചാരിച്ചു അങ്ങ് പുട്ടുണ്ടാക്കാം. ഒരു ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതുമായിട്ട് അങ്ങ് പോകുമല്ലോ. അപ്പോൾ പിന്നെ ഏതാണ്ട് നമ്മൾ തേങ്ങ പൊടിച്ച് വെച്ചേക്കുന്നുണ്ട്, അരയ്ക്കണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് തേങ്ങായും പിന്നെന്താണ് ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലത്തെ മഴയൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം കട്ടൻ കുടിച്ചിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്നിട്ടാണ് നമ്മൾ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ദാണ്ട് അതിനകത്തൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ആവി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് മോൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പല്ല് തേപ്പ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ പുട്ട് ദാണ്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുട്ടൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പുട്ടിൻ്റെ കൂടെ നമ്മൾ ഒരേത്തപ്പഴം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ, ഒരേത്തപ്പഴം രണ്ടുപേരും കൂടെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ. വേറെ